ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പൊടി കൊണ്ടുള്ള നല്ലൊരു അടിപൊളി പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഒരു പുഡിങ് കഴിക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു പുഡിങ് 5 രൂപയുടെ പാക്കറ്റ് വെച്ച് ബൂസ്റ്റിൻ്റെ പാക്കറ്റ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റ് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റൊക്കെ എടുക്കാം കേട്ടോ. 5 രൂപയുടെ 2 പാക്കറ്റ്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 മുതൽ 5 വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല മധുരം ഉണ്ടാകും. ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയാണ്, ടീസ്പൂണാണ് ഏലക്കയുടെ പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ ഒരു പുഡിങ്ങിന്. ഒരു ഏലക്കയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു ഏലക്കയുടെ പൗഡർ ഇടുന്നത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച ആ സ്പൂണിൽ നിറച്ച് 3 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം വരും ആ ഒരു സ്പൂണിൻ്റെ അളവിൽ. അപ്പോൾ നിറച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു 3 സ്പൂൺ നിറച്ച് ഇതേപോലെ കോരി എടുത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് പാലാണ്. ഞാൻ 1/2 ലിറ്റർ പാലാണ്, ബിൽമയുടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കവർ പാൽ, അത് ഇതിലേക്ക് ആദ്യം കുറച്ച് ഒഴിക്കാം. അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കോൺഫ്ലവർ ഈ പാലിലും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനാണ്. അപ്പോൾ തന്നെ ചൂടില്ലാത്ത തണുത്ത പാലല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആ ബൂസ്റ്റിൻ്റെ പൗഡറാണെങ്കിലും ഒന്ന് കലങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് കുറച്ച് പാലിലാണ് നമ്മൾ കലക്കി എടുക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കലക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കലക്കിയെടുക്കുന്ന സമയത്ത് കട്ടകളൊന്നുമില്ലാതെ കലക്കിയെടുക്കണം കേട്ടോ. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മൾ ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് ചൂടാക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ കവർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഇപ്പോൾ ഓണാക്കിയിട്ടില്ല. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റാകുന്നവരൊന്ന് മിക്സ് ചെയ്യേണ്ട കേട്ടോ. അത് നമ്മൾ ഫ്ലെയിം ഓണാക്കി ഇതാവുന്ന സമയത്ത് പെട്ടെന്ന് മെൽറ്റായിക്കോളും. ഇനിയിപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റൊക്കെ മതിയാകുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് പോലും ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈസി പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ബൂസ്റ്റിൻ്റെ ഓർഡറൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിലും ഈ പുഡിങ് ഉണ്ടാക്കാതിരിക്കേണ്ട, മൈദയുടെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മൈദയുടെ പൊടി 2 ടേബിൾ സ്പൂൺ നിറച്ച് ഇതേപോലെ നിറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ മൈദ. അപ്പോഴും ഈ ഒരു 1/2 ലിറ്റർ പാലിന് ആ മൈദ ഇവിടെ ചേർത്താലും നന്നായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ കോൺഫ്ലോർ ഇല്ല വെച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട, മൈദ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുന്നത് കാണാം. അപ്പോൾ നന്നായിട്ട് ഇതേ കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുറുക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ കുറുകി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ മധുരം നോക്കിക്കൊണ്ടു. മധുരം പോരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ ബട്ടറൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ എൻ്റെ അടുത്ത് ബട്ടറൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാനൊന്നും ഇട്ട് കൊടുക്കാത്തത്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടോ ഒക്കെ ഇട്ട് കൊടുത്താൽ അതും ഒക്കെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ റെഡിയായി വന്നത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗളിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഞാൻ ആ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഒരല്പം എന്താ പറയുക, നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ പുഡിങ് ഈ ട്രേയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. ഇതൊരു 2 മണിക്കൂറൊക്കെ പുറത്തിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തണുത്ത് വരും കേട്ടോ. അപ്പോൾ ഞാൻ തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പതുക്കെ അതൊന്ന് പൊട്ടിച്ച് വിട്ടാൽ മതി. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പോട് കൂടി കഴിക്കണമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. അപ്പോൾ നോക്കാം, നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഇതേപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് പാത്രത്തിലോട്ട് വേണമെങ്കിൽ കൊട്ടിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു സ്പൂൺ കൊണ്ടാണ് എടുക്കുന്നത്. ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിലേക്കൊരല്പം ബൂസ്റ്റിൻ്റെ പൗഡർ വേറൊരു പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ആ ബൂസ്റ്റൊക്കെ ഇടയിലൊന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണല്ലോ, അതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട, വെറുതെ വിട്ടാൽ മതി. ഇനി നമുക്ക് ഇത് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് എടുത്ത് നോക്കാം. വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തും ഉപയോഗിക്കാം കേട്ടോ. വേറെ പാത്രത്തിലോട്ട് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കോരി എടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാകും, പെട്ടെന്ന് ഇത് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.